എല്ലാവർക്കും Techispace Malayalam's മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 11,000 രൂപയ്ക്ക് Xiaomi പുറത്തിറക്കിയ ഒരു ഡിവൈസ് ആണ് Redmi 9 Power. ഈ ഒരു ഡിവൈസിന്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് 6000 mAhന്റെ ബാറ്ററിയാണ്. പക്ഷെ എന്നിരുന്നാലും അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പും ഈ ഒരു ഡിവൈസിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. Redmi 9 Powerന്റെ റിയർ സൈഡിൽ വരുന്നത് 48 മെഗാപിക്സലിന്റെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. അതുപോലെ ഫ്രണ്ട് സൈഡിൽ 8 MP ഒരു സിംഗിൾ ഷൂട്ടർ ആണ് കമ്പനി പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഡിവൈസിൽ പ്രൈസിനൊത്ത ഒരു റിസൾട്ട് ഉണ്ടോ എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 48 MP മെയിൻ ക്യാമറയാണ് റിയർ സൈഡിലുള്ളത്. ഈ ക്യാമറ വെച്ച് വളരെ മികച്ച ചിത്രങ്ങൾ എടുക്കുവാൻ നമുക്ക് കഴിയും. നൈറ്റിലായാലും നോയ്സ് ഉണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസ് ആണ് എടുക്കാനായിട്ട് കഴിയുന്നത്. ഓവറോൾ നല്ല ക്വാളിറ്റി ഇമേജസ് നമുക്ക് റിയർ ക്യാമറ വെച്ച് എടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മെയിൻ ക്യാമറ വെച്ച് 1080p വീഡിയോ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ എടുക്കുവാനായിട്ട് സാധിക്കും. അത്യാവശ്യം ക്വാളിറ്റി വീഡിയോ തന്നെ നമുക്ക് ഔട്ട്പുട്ടായി കിട്ടുന്നുണ്ട്. നൈറ്റ് വരുമ്പോൾ ഒരു ആവറേജ് ക്വാളിറ്റി അനുഭവം മാത്രമാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. വൈഡ് ആംഗിൾ ലെൻസ് 8 MP ആണ്. അത് വെച്ച് നമുക്ക് ചിത്രങ്ങൾ മെയിൻ ലെൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് വാഷ്ഡ് ഔട്ട് ഇമേജസ് ആണ് കിട്ടുന്നത്. വീഡിയോ വൈഡ് ആംഗിൾ ലെൻസ് വെച്ച് എടുത്താൽ ആവറേജ് ക്വാളിറ്റി മാത്രമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 2 MP മാക്രോ ലെൻസ് വെച്ച് എടുത്ത മാക്രോ ചിത്രങ്ങൾ ആവറേജ് ക്വാളിറ്റി ആണ് നമുക്ക് ലഭിക്കുന്നത്. 2 MP ഡെപ്ത് സെൻസർ റിയർ സൈഡിലുണ്ട്. ഇത് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുന്നതിൽ ഫോണിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. പോർട്രേറ്റ് ഇമേജസ് മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്നതിന് നല്ല എഡ്ജ് ഡിറ്റക്ഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കുന്ന ചിത്രങ്ങൾ ആയാലും നല്ല ബൊക്കെ എഫക്റ്റ് ഉള്ളതായി കാണുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഓവറോൾ പോർട്രേറ്റ് മോഡിൽ എടുക്കുന്ന ചിത്രങ്ങൾ ഹെവി ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. 8 MP ഒരു സിംഗിൾ ഷൂട്ടറാണ് ഫോണിന് ഫ്രണ്ട് സൈഡിലുള്ളത്. ക്യാമറ വെച്ച് എടുക്കുന്ന ചിത്രങ്ങൾ വളരെ മികച്ചതാണ്. പക്ഷേ ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ ക്വാളിറ്റി അല്പം മോശമായിട്ടാണ് നമുക്ക് തോന്നിയത്. ഓവറോൾ ഡേ ലൈറ്റിൽ നല്ല ക്വാളിറ്റി ഫോട്ടോസ് സെൽഫി ക്യാമറ വെച്ച് എടുക്കുവാനായിട്ട് കഴിയും. വീഡിയോസിൻ്റെ കേസിൽ അത്യാവശ്യം ക്വാളിറ്റി വീഡിയോസ് എടുക്കുവാൻ കഴിയും. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് സിനാരിയോയിൽ ഒരു ആവറേജ് അനുഭവം മാത്രമാണ് വീഡിയോസിന് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. നമ്മൾ മൊത്തത്തിൽ ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഒരുവിധം നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു, പ്രത്യേകിച്ച് ഡേ ലൈറ്റ് കണ്ടീഷനിൽ. പക്ഷെ നമുക്ക് ലോ ലൈറ്റിൽ അത്ര വിചാരിച്ച റിസൾട്ട് നമുക്ക് കിട്ടിയില്ല. പക്ഷെ എന്നിരുന്നാലും മൊത്തത്തിൽ ഒരുവിധം നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറയിൽ പെർഫോമൻസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ആ ഒരു പ്രൈസിനൊത്ത പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. OnePlus ഫിറ്റ്നസ് ബാൻഡിൻ്റെ ഒരു ഗിവ് അവേ ആണ്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പങ്കെടുക്കുക. ചിലപ്പോൾ നിങ്ങളായിരിക്കാം ആ ഒരു ഭാഗ്യശാലി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.